ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരോടൊപ്പം അമേരിക്കൻ മലയാളികളും ഈസ്റ്റർ ആഘോഷിച്ചു. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. ഷിക്കാഗോ മാർ തോമസ് ശ്ലീഹ സീറോ മലബാർ കത്തീഡ്രലിൽ നടന്ന പാതിര കുർബാനയ്ക്ക് ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത്, ഇടവക വികാരി റെവറൻഡ് ഫാദർ ആന്റണി തുണ്ടത്തിൽ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. 1000-ലധികം വിശ്വാസികൾ ഈ ഈസ്റ്റർ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. ഫ്ലോറിഡയിലെ ഗുഡ് ഷെപ്പേർഡ് കത്തോലിക്ക ചർച്ചിൽ പ്രത്യേകമായ ചടങ്ങുകൾ ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി. ഒർലാൻഡോ മലയാളി കാത്തലിക് മിഷൻ ഡയറക്ടർ ഫാദർ ബൈജു അവിറ്റപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പൗലോസ് കുയിലാടൻ, സതീഷ് തോമസ് എന്നിവർ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചു. ജൂലൈ മാസത്തിൽ ഡാലസിലെ ഗെയ്ലോർഡ് ഹോട്ടൽസ് ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 9ാം ദേശീയ കൺവെൻഷന് മുന്നോടിയായി കൺവെൻഷന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വിവിധ കമ്മിറ്റികളുടെ യോഗം നടത്തി. KCCNA പ്രസിഡന്റ് ജോർജ് നെല്ലാമറ്റത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഡാലസിലുള്ള ഗെയ്ലോർഡ് ടെക്സൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന KCCNA 9ാമത് കൺവെൻഷനോടനുബന്ധിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നിവിടെ വിവിധ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കമ്മിറ്റി ചെയർമാൻമാർ, കമ്മിറ്റി കോ ചെയർമാൻമാർ, അതുപോലെ തന്നെ കൺവെൻഷൻ ചെയർമാൻ, കോർഡിനേറ്റർ, ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് എന്നിവരടങ്ങുന്ന 100-ൽ പരം ആൾക്കാരുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ നടന്നത്. ഇതിൻ്റെ അവലോകനം രാവിലെ 9 മുഴുവൻ നടന്നപ്പോൾ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനത്തെ വിലയിരുത്തുകയും 1000-ൽ പരം ഫാമിലികൾ പങ്കെടുക്കുന്ന ഈ ക്നാനായ മാമാങ്കത്തിലേക്കുള്ള പ്രവർത്തനത്തിന് ഒരു കാൽവെപ്പ് കൂടെ നടത്തുകയുണ്ടായി. പഴയകാല ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കൂട്ടായ്മയുടെ ബലവും ആ ഒരു ബന്ധം കൂടിക്കൂടി വരുന്ന ഒരു സവിശേഷതയാണെന്ന് ഈ KCCNA കൺവെൻഷനിൽ നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാളസ് അസോസിയേഷൻ ആതിഥേയത്വം വഹിക്കുകയാണ്. ഡാളസിലെ ഓരോ കമ്മ്യൂണിറ്റി, ഓരോ മെമ്പേഴ്സിനും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇനി ലൈഫ് സ്റ്റൈൽ in USA. ഇന്ന് ലൈഫ് സ്റ്റൈലിൽ ഞങ്ങൾ ഒരു കൊച്ചു ഗായികയെ പരിചയപ്പെടുത്തുന്നു. വെർജീനിയ സ്വദേശി കല്യാണി പിള്ളൈ. ഈ ആഴ്ചത്തെ ലൈഫ് സ്റ്റൈലിലേക്ക് ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2007 ഒഹായോയിലെ ഹിൽട്ടൺ ഹോട്ടലിൽ AKMG അഥവാ ഓൾ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. ഈ കോൺഫറൻസിന്റെ ആദ്യത്തെ ദിവസം അമേരിക്കയിലുള്ള മലയാളി ഡോക്ടേഴ്സിന്റെയും അവരുടെ കുട്ടികളുടെയും ടാലന്റ് നൈറ്റ് നടക്കുകയാണ്. ഈ ടാലന്റ് നൈറ്റിൽ ശ്രദ്ധേയമായ 2 ഗാനങ്ങൾ ഒരു കുട്ടി പാടുകയുണ്ടായി. ആ ബാലിയയ്ക്ക് അന്ന് 10 വയസ്സ്. കാണികളുടെ ഇടയിൽ നിരവധി അഭിനന്ദനങ്ങൾ ഈ കുട്ടി കരസ്ഥമാക്കി. പിറ്റേ ദിവസം ഗാനഗന്ധർവൻ പത്മശ്രീ ഡോക്ടർ KJ യേശുദാസിന്റെ ഗാനമേള തുടങ്ങുന്നതിന് മുമ്പായി അദ്ദേഹം കാണികളോടായി ചോദിച്ചു, ഇന്നലെ ടാലന്റ് നൈറ്റിൽ ഗാനം അവതരിപ്പിച്ച കല്യാണി എന്ന ഒരു കുട്ടിയുണ്ടോ ഈ കൂട്ടത്തിലെന്ന്. അപ്പോൾ ഒരമ്മ തൻ്റെ മകളുമായി സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ദാസേട്ടൻ പറയുകയുണ്ടായി, ഇന്നലെ കാണികളുടെ ഇടയിലുണ്ടായിരുന്ന എൻ്റെ പത്നി പ്രഭാ യേശുദാസ് ഈ കുട്ടിയുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ഫോണിലൂടെ എന്നെ പാട്ട് കേൾപ്പിക്കുകയുണ്ടായി എന്ന്. ഈ കുട്ടിയുടെ ഗാനം കേട്ടിട്ട് വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നിയെന്ന്. അത് മറ്റാരുമായിരുന്നില്ല, കല്യാണി ഇന്ന് നമ്മോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട്. കല്യാണി, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷങ്ങൾ. എങ്ങനെയാണ് ഇത് പാട്ടിലോട്ടും ഡാൻസിലോട്ടും ഒക്കെ ശ്രദ്ധ വന്നത്?
ചെറുപ്പം മുതലേ എൻ്റെ അമ്മമ്മ എനിക്ക് കവിതകളും പാട്ടുകളും പാടിത്തരുമായിരുന്നു. അപ്പം ചെറുപ്പം മുതലേ എനിക്കൊരു മ്യൂസിക് അറ്റ്മോസ്ഫിയർ ഉണ്ട്. എത്ര വയസ്സ് സ്റ്റേജിലൊക്കെ കയറാൻ തുടങ്ങി? 3.5 വയസ്സിൽ ഞാൻ സ്റ്റേജിൽ കയറാൻ തുടങ്ങി. പക്ഷേ 5 വയസ്സിലാണ് ആക്ച്വലി കർണാട്ടിക് മ്യൂസിക് സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. അന്ന് ദാസേട്ടൻ സ്റ്റേജ് വെച്ച് ഇങ്ങനെ ഒരു അഭിനന്ദനം തന്നപ്പോൾ എന്ത് തോന്നി? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ദാസങ്കളുടെ ഒന്ന് കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും. അന്നത്തെ ആ സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ ദാസേട്ടൻ എന്തൊക്കെ പറഞ്ഞു? എൻ്റെ ഇടയ്ക്ക് കല്യാണി രാഗത്തിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കെരിയോക്കിൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇനി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണം, ക്ലാസിക്കൽ മ്യൂസിക് എല്ലാം നന്നായിട്ട് പഠിക്കണം. അന്ന് ദാസേട്ടൻ സ്റ്റേജിൽ പാടിപ്പിച്ച പാട്ടൊന്ന് പാടുമോ? കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞി കുയിലേ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞി കുയിലേ മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താൻ ഞാൻ ഉണർത്താ കണി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ. ആരൊക്കെയാണ് കല്യാണിയുടെ ഗുരുക്കന്മാര്? എൻ്റെ കർണാട്ടിക് മ്യൂസിക് ടീച്ചർ ജില്ലയിലുള്ള ശ്രീമതി മരകതം രാമസ്വാമി, എൻ്റെ ഭരതനാട്യം ടീച്ചർ ഡോക്ടർ ജാനകി രംഗരാജൻ, എൻ്റെ മറ്റ് ഡാൻസുകൾ പഠിപ്പിക്കുന്ന ലൈക്ക് ഫോക്ക് ഡാൻസും സിനിമാറ്റിക് ഡാൻസുകളെല്ലാം പഠിപ്പിക്കുന്നത് ബിന്ദു രാജീവ് ആൻറ്റി വെർജിനിയയിലുള്ള. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പാട്ടുകാരുണ്ടോ? എൻ്റെ കുടുംബം മുഴുവൻ പാട്ടിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മന് ഇച്ചിരി പാട്ട് പാടാൻ പറ്റും. പിന്നെ എൻ്റെ ഷിക്കാഗോയിലുള്ള ഒരു അമ്മാവന് ഒരു പാട്ടുകാരനാണ്. കല്യാണി ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്. ഞാനിപ്പം ഭരതനാട്യമാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അതിൽ കൂടെ ഞാൻ ചില മോഹിനിയാട്ടം പീസുകളും പഠിക്കും. കല്യാണി സ്റ്റേജിലൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പം റീസെൻ്റായിട്ടൊരു പ്രോഗ്രാം നടന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, ഡാൻസ് ഓഫ് ദി എൻചാൻട്രസ്. അതിൽ ഞാൻ സ്വാതി തിരുനാൾ മഹാരാജാൻ്റെ അളിവേണി എന്നുള്ള ഒരു പദം മോഹിനിയാട്ടം ഒരു പീസ് ചെയ്തതാണ്. എന്താണ് കല്യാണിയുടെ ഭാവിയിലെ ആഗ്രഹങ്ങൾ? എനിക്ക് ഡെഫിനറ്റ്ലി മ്യൂസിക്കും ഡാൻസും കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ഒരു ആഗ്രഹം. കല്യാണി ഒരു നല്ല പാട്ടുകാരിയാണല്ലോ. ഏഷ്യനെറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ഗോപികേ നിൻ വിരൽ തുമ്പുരും മിവി തുമ്പി ഗോപികേ നിൻ വിരൽ തുമ്പുരും മിവി തുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ പിള്ളൈ, എൻ്റെ അമ്മേൻ്റെ പേര് അനിത പിള്ളൈ, എൻ്റെ അമ്മൂമ്മേൻ്റെ പേര് രാധാ പ്രഭാകർ, എൻ്റെ ചേട്ടൻ്റെ പേര് കേശവ പിള്ളൈ. ഈ ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഏഷ്യനെറ്റ് USA പേരുള്ള നന്ദി അറിയിക്കുന്നു. ഏഷ്യനെറ്റ് USA എനിക്ക് ഇനിയൊരു അവസരം തന്നതിന് നന്ദി. ഈ ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റുമായി വീണ്ടും കാണാം.